തിരിച്ച് നമ്മൾ സ്പീഡ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റൂമിലോട്ട് പോയിട്ട് കുളിക്കണം. എന്നിട്ട് നേരെ രാത്രി പട്ടായ സ്ട്രീറ്റിലോട്ട് പോകാം. പട്ടായ സ്ട്രീറ്റിൽ ഇന്ന് പോയില്ലെങ്കിൽ നടക്കില്ല, കാരണം നാളെ നമ്മൾ ബാങ്കോക്കിലോട്ട് പോകും. ഇതാണ് ബോട്ട് സർവീസിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. ബോട്ട് സർവീസിൽ കോറൽ ഐലൻഡിലോട്ട് പോകാനുള്ള ഫെറിൻ്റെയൊക്കെ ടിക്കറ്റ് കൗണ്ടേഴ്സും എല്ലാം. ജ്യൂസായിട്ട് ഇവർ സ്മൂത്തി എന്ന് പറഞ്ഞിട്ട് തരുവേ, നമ്മുടെ സ്ട്രീറ്റിൽ നിന്നൊക്കെ കുടിച്ചു. അത് പാലൊഴിച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് ഐസ് ഇട്ടിട്ട് എല്ലായിട്ട് പഞ്ചസാരയൊക്കെ കുറവാണ്. അതാണ് അവരുടെ സ്മൂത്തി. ഭയങ്കര തണുത്തിരിക്കും, നല്ല ഒരു ടേസ്റ്റും ഇല്ല. 2 പ്രാവശ്യം കുടിച്ചപ്പോഴും അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഇവരുടെ സ്റ്റൈൽ സ്മൂത്തി. അറിയില്ല കേട്ടോ, മേ ബി അല്ലാതെ കിട്ടാനും ചാൻസ് ഉണ്ട്. നമ്മൾ ക്യാബ് വിളിക്കും. അതാണ് ഈ ഗ്രാബും ബോൾട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം അത് നല്ല ഒരു പെട്ടെന്ന് നമുക്ക് അവൈലബിളായി കിട്ടുന്നത് അതിലായിരിക്കും. റേറ്റും നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് ബുക്ക് ചെയ്യണം. തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമില്ല റൂമിലോട്ട് പോകാനായിട്ട്. വലിയ കെട്ടിടം ഇത് ഇങ്ങനെയുണ്ട് കേട്ടോ. ഗോൾഫ് എന്തോ പറയും ഇതിന്, ഈ വെഹിക്കിൾ. അയ്യോ ഇല്ല, ഇത് ബൈക്കിൻ്റെ കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ സെറ്റപ്പ്. ബസ് വണ്ടി പോകണണ്ട. അപ്പോ വീഴും. ഇത് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാബ് കാറ് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറഞ്ഞിട്ട് ക്യാൻസലായി. സോ അത് റീബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇവിടെ പുറത്ത് ഇരിക്കുകയാണ്. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു പൂളിൻ്റെ ഏരിയ ആണ്. നല്ല ആംബിയൻസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്, ലൈറ്റും ഇതായിട്ട്. ഹോട്ടലാണെങ്കിലും ഒരു റിസോർട്ടിൻ്റെ, നമ്മൾ അവിടെയൊക്കെ റിസോർട്ടിലാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്, പൂൾ പിന്നെ ഇതുപോലെയൊക്കെ. പക്ഷേ ഇത് ഹോട്ടലായിട്ട് ബുക്ക് ചെയ്തതാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ജിമ്മുണ്ട്. ഇതാ ഒരു വലിയൊരു ബോള് കിടപ്പുണ്ട്. ഇവ നോക്ക്, ഇത് കണ്ടിട്ടുണ്ടോ ഇത്രയും വലിയ ബോള്? ഇത് പൂളിൽ എടുത്തിട്ട് കളിക്കണം കേട്ടോ. ഇവിടെ ഇറക്കി വിട്ട ഇതിനകത്ത് വേണമെങ്കിലും ചാടും. ഇവിടെ നല്ല സൈലൻ്റ് ആംബിയൻസ് ആണ്. ഇത് തൊട്ടപ്പുറത്തായിട്ട് ഭയങ്കര സൗണ്ടാണ്. ഇവിടെ മെയിനായിട്ട് ഈ മസാജിൻ്റെ കേന്ദ്രം എന്ന് പറയാം. ധാരാളം മസാജ് സെൻറ്റേഴ്സ്, കുറേ ലേഡീസ് പുറത്തിരിക്കുന്ന കാണാം. നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ക്യാബ് വന്നതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഹെൽത്ത് മസാജ് സെൻറ്റർ, ബാറ്, അവിടുത്തെ പാട്ട് ഉണ്ടോ. നല്ല വലിയ വണ്ടിയാണ്. ഇവിടേക്ക് വരുന്ന ഓരോ മോഡൽ വണ്ടികളാണ് വരുന്നത്. എൻ്റെ മുഖം ഇരുട്ടത്ത് കാണിക്കുന്നതിനേക്കാളും ഞാൻ പുറത്തോട്ട് കാണിച്ചു. ക്യാബിൽ ബുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വണ്ടി വരുന്നതെല്ലാം ഓരോ മോഡൽ വണ്ടി. നമ്മളവിടെ നാട്ടിലൊക്കെ ഒരു ടൈപ്പ് വണ്ടികളൊക്കെ ആയിരിക്കും കൂടുതലും ഇതായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നല്ല ലക്ഷറി ടൈപ്പ് വണ്ടികളൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സർവീസായിട്ട് വരുന്നത്.